PR വർക്കുകൾ വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തന്നെ KC പുരാണങ്ങൾ പറയിപ്പിക്കുന്നു. KCയെ വർണ്ണിക്കുന്നതിന് ഇനി വാക്കുകളില്ലാത്ത രീതിയിലാണ് ഇവിടെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകൾ, ഇവിടത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങ് ഉപയോഗിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങൾ നമ്മൾ മണ്ടരായോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വരുന്നു. KC വേണുഗോപാലിന്റെ ദ റിയൽ ലീഡർ അങ്ങനെ എന്തോ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയായിരുന്നു. അതിന്റെ റിലീസ് ഹൈക്കമാൻഡ് തടഞ്ഞു. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഒരു കുളിര് എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് ചർച്ച തുടങ്ങുന്ന സമയത്ത് 2 പേരുകളായിരുന്നു, RCയും VDയും. രമേശ് ചെന്നിത്തലയും VD സതീശനും ആകുമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ഈ 2 പേരുകളും മാറ്റിക്കൊണ്ട് മറ്റൊരാൾ വന്ന് മുഖ്യമന്ത്രി ആയാലും ഞെട്ടേണ്ടതില്ല. പാർട്ടി കോൺഗ്രസ് ആണ്, അതും നടക്കും, അതിനപ്പുറവും നടക്കുന്നതാണ്. മുഖ്യമന്ത്രി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കണ്ട എന്ന് പറയുമ്പോൾ പോലും 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്, അതും സഹിക്കാൻ പറ്റാത്തത് CPMകാരോ BJPക്കാരോ LDFകാരോ അല്ല പ്രചരിപ്പിക്കുന്നത്, കോൺഗ്രസുകാർ തന്നെ പരസ്പരം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ KC വേണുഗോപാലിനെയും VD സതീശനെയും കുറ്റം പറയുന്നു. VD സതീശന് വേണ്ടി സംസാരിക്കുന്നവർ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തല, ഇങ്ങനെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു മുഖ്യമന്ത്രി ചർച്ച പോകാന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ, അതായത് 1ാം LDF സർക്കാർ സമയത്ത് ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഇപ്പൊ VD സതീശനെ പോലെ വാക്ചാതുര്യത്തോടെ ഇങ്ങനെ വളരെ ആ ഒരു ആർജവത്തോടെ സംസാരിക്കില്ലെങ്കിൽ പോലും രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഒരു ഇരുത്തം എന്ന രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം വളരെ പക്വമായി തന്നെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതും. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു വിജയം തന്നെയായിരുന്നു. ഇതിക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഇപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാർട്ടി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്ന പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന സതീശനാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തൊരു വിയോജിപ്പ്, എതിർപ്പല്ല. സതീശൻ നന്നായി പണിയെടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നന്നായി പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ VD സതീശൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്നതായിരുന്നില്ല ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരു എതിരഭിപ്രായം എനിക്കുണ്ട്. VD സതീശൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, വിജയിച്ചാൽ അത് കൂട്ടായ പ്രവർത്തനം, അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ്, എന്നാൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരത്തും ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു. ആ പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ അംഗീകരിച്ചു കൊടുക്കുക. അതൊക്കെ അംഗീകരിക്കുന്നു ചേച്ചി. VD സതീശൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നന്നായി പണിയെടുത്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. കേരളത്തിൽ UDF ജയിക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ഒരു വലിയ ചർച്ചയായി നടക്കുമ്പോൾ എല്ലാവരും പറയാതെ പറയുന്ന ഒരു പേരുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് നൂൽ കെട്ടി ഇറക്കിയതുപോലെ KC വേണുഗോപാൽ വന്നിറങ്ങും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കോൺഗ്രസിലുള്ളവർ പറയുന്നത് അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുമ്പോൾ, പുറത്തുള്ളവർ പറയുന്നത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ പറയും, അത് ഹൈക്കമാൻഡ് ചെയ്യും എന്ന രീതിയിലാണ് ഒരു ചർച്ച നടക്കുന്നത്. അപ്പോ ഇവിടെ എല്ലാവരും ഹൈക്കമാൻഡ് എന്ന പേരിനെ KC വേണുഗോപാൽ എന്നതുമായി തട്ടിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് തന്നെ കരുതുന്നത്. അപ്പോൾ അതിനൊരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഒരു വാർത്ത കേൾക്കാനിടയായത്. ഇവിടെ PR വർക്കുകൾ വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തന്നെ KC പുരാണങ്ങൾ പറയിപ്പിക്കുന്നു. KCയെ വർണ്ണിക്കുന്നതിന് ഇനി വാക്കുകളില്ലാത്ത രീതിയിലാണ് ഇവിടെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകൾ, ഇവിടത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങ് ഉപയോഗിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങൾ നമ്മൾ മണ്ടരായോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വരുന്നു. KC വേണുഗോപാലിന്റെ ദ റിയൽ ലീഡർ അങ്ങനെ എന്തോ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയായിരുന്നു. അതിന്റെ റിലീസ് ഹൈക്കമാൻഡ് തടഞ്ഞു. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഒരു കുളിര് എന്നാണ് എനിക്ക് തോന്നുന്നത്. സൗർണിക്ക് എന്താ തോന്നുന്നത്? ചേച്ചി, അല്ല, ഹൈക്കമാൻഡ് വടിയെടുക്കുന്നത് ഇത് ആദ്യമല്ല. പല വിഷയങ്ങളിലും ഹൈക്കമാൻഡ് ഇത്തരത്തിൽ വടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഒരു തിരിച്ചടി എന്ന് പറയേണ്ടി വരും. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ 3 ഗ്രൂപ്പുകളായി ചേർത്തിരിഞ്ഞ് അല്ലെങ്കിൽ 3 ചേരിയായി തിരിഞ്ഞ് KC, RC, VD എന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പണ്ട് നമുക്കറിയാം, കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് AI ഗ്രൂപ്പുകളായിരുന്നു. A ഗ്രൂപ്പ് തീരുമാനിക്കും എന്ത് നടക്കണമെന്ന്, അല്ലെങ്കിൽ I ഗ്രൂപ്പ് തീരുമാനിക്കും എന്ത് നടക്കണമെന്ന് പറയുന്നിടത്ത്, പക്ഷെ അവിടെയൊക്കെ നമുക്കറിയാം, പരിശോധിച്ചാലറിയാം, പാർട്ടി തകരുന്നിടത്തൊക്കെ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രധാനമായി ആന്റണിയെ മാറ്റി നിർത്തിയാൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയുമായിരുന്നു AI ഗ്രൂപ്പുകളെ മുന്നോട്ട് കൊണ്ടത്. അന്ന് പാർട്ടി തകർന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതായി എന്ന് പറയുന്ന സമയത്ത് ഈ AI ഗ്രൂപ്പുകൾ മറന്ന് ആന്റണി ഗ്രൂപ്പ് അല്ലെങ്കിൽ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് മറന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഷ്ടപ്പെട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ തിരികെ കൊണ്ടുവന്നത്.
അവിടെ അന്നും ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് അന്നും ഉണ്ട്. പക്ഷെ അന്ന് പ്രശ്നം വന്നപ്പോൾ സ്ലീപ്പർ സെല്ലുകളായിരുന്നു. പ്രശ്നം വന്നപ്പോൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ പാർട്ടിക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നു. ഇപ്പൊ നമുക്കറിയാം ഗ്രൂപ്പുകളൊന്നുമില്ല. ഉമ്മൻചാണ്ടി മരിച്ചു, രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിലും ഗ്രൂപ്പ് ഒന്നും അത്ര സജീവമല്ല, ഗ്രൂപ്പും സജീവമൊന്നുമല്ല. പഴയ ഒരു പ്രതാപം 2 ഗ്രൂപ്പുകൾക്കുമില്ല. അപ്പോഴാണ് 3 നേതാക്കളുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടായത്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് ചർച്ച തുടങ്ങുന്ന സമയത്ത് 2 പേരുകളായിരുന്നു, RCയും VDയും. രമേശ് ചെന്നിത്തലയും VD സതീശനും ആകുമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ഈ 2 പേരുകളും മാറ്റിക്കൊണ്ട് മറ്റൊരാൾ വന്ന് മുഖ്യമന്ത്രി ആയാലും ഞെട്ടേണ്ടതില്ല. പാർട്ടി കോൺഗ്രസ് ആണ്, അതും നടക്കും, അതിനപ്പുറവും നടക്കും എന്നാണ്. അപ്പൊ ഞാൻ KC വേണുഗോപാലിന്റെ പേര് മാത്രമല്ല പറഞ്ഞത്, ഞാൻ K മുരളീധരന്റെ പേരടക്കം ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ സംസാരിക്കുന്ന പലരോടും പറഞ്ഞു, എന്താണ് രാഷ്ട്രീയ ചാണക്യന്റെ മകനാണ്, എന്ത് ചാണക്യ ബുദ്ധി കാണിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം രാഷ്ട്രീയമാണ്, എന്ത് കളികളും നടക്കാം. അങ്ങനെയാണ് എങ്കിൽ ചിലപ്പോൾ പലർക്കും മുരളീധരൻ വരുമ്പോൾ വെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഈ അനിഷേധ്യ നേതാവായ കേരളത്തിന് ഒരൊറ്റ ലീഡറേ ഉള്ളൂ, അത് K കരുണാകരനാണ് എന്ന നിലയിൽ നിന്നാണ് ഒന്നിരട്ടി വെളുത്തപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞത്. അപ്പോ അതിന്റെ ഒരു പിന്തുടർച്ച എവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അത് സ്വാഭാവികമായി ഞാൻ അങ്ങനെ പലരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതിനുശേഷമാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് പറയുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോഴൊക്കെ ഹൈക്കമാൻഡ് പല ആവർത്തി പറയുന്നുണ്ട്. KPCC പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞു, മുഖ്യമന്ത്രി വിഷയത്തിൽ ആരും പ്രതികരിക്കേണ്ട, മുഖ്യമന്ത്രി വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കണ്ട എന്ന് പറയുമ്പോൾ പോലും 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്, അതും സഹിക്കാൻ പറ്റാത്തത് CPMകാരോ BJPക്കാരോ LDFകാരോ അല്ല പ്രചരിപ്പിക്കുന്നത്, കോൺഗ്രസുകാർ തന്നെ പരസ്പരം. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ KC വേണുഗോപാലിനെയും VD സതീശനെയും കുറ്റം പറയുന്നു. VD സതീശന് വേണ്ടി സംസാരിക്കുന്നവർ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തല, ഇങ്ങനെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു മുഖ്യമന്ത്രി ചർച്ച പോകാന്ന് പറയുന്നത് അതാ പാർട്ടിയുടെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ ലക്ഷണമായി കാണുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഇവർ പാർട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി അവനവന് സ്ഥാനമാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു നേതാവിന്റെ പുറകിൽ അണിനിരന്നാൽ നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ആ ഒരു ദുരാഗ്രഹം കൊണ്ടാണ് ഈ പാർട്ടിയിൽ നേതാക്കന്മാർ ഇങ്ങനെ ആയി പോകുന്നത്. അല്ലെ, എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, KC വേണുഗോപാലിനെ മാറ്റി നിർത്താം. അത് മറ്റൊന്നും കൊണ്ടല്ല, നിലവിലെ MP ആണ്. നിലവിലെ MPമാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ആദ്യമേ എടുത്തതാണല്ലോ. സുധാകരൻ മത്സരിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കി. പല MPമാരുടെ കേസിനെ കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിച്ചത് KC ആണെന്നൊരു കരക്കമ്പിയുണ്ട്. അല്ല ചേച്ചി, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, പല MLAമാർക്കും നിലവിലെ പല MPമാർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞതാണ്. എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം. അല്ല, ഇപ്പോ UDF അധികാരത്തിൽ വരും, കോൺഗ്രസ് ജയിക്കും, എന്നാലും മത്സരം ടൈറ്റ് ആയപ്പോൾ ജയിക്കോ ഇല്ലേ ഒരു ചെറിയൊരു ആശങ്കയുണ്ട്. ഈ ആശങ്കയ്ക്ക് ഒന്നും വക നൽകാതെ ഈ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന പല MPമാർ, അതായത് മത്സരിച്ചാൽ ജയം ഉറപ്പ് എന്ന് പറയാൻ കഴിയുമായിരുന്നു ഒരുപാട് MPമാരുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവരെ എല്ലാവരെയും ഇറക്കി മത്സരിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. ഇനിയിപ്പോ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പറയുന്ന പേരെന്ന് വെക്കാം, ഒരു ഉദാഹരണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു KC വേണുഗോപാലാണ് എങ്കിൽ 2 തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരും. 6 മാസത്തിനുള്ളിൽ എവിടെന്നെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വിജയിക്കേണ്ടി വരും. അങ്ങനെ വിജയിക്കുമ്പോൾ കോൺഗ്രസിന് അത്രയും ഉറപ്പുള്ള ഒരു സീറ്റായിരിക്കുമല്ലോ KC വേണുഗോപാൽ മത്സരിക്കുക. ആ സീറ്റിലെ MLA ആയിട്ടുള്ള ആൾ രാജിവെക്കണം. സ്വാഭാവികമായും കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ വ്യക്തിക്കായിരിക്കുമോ KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യമായിരുന്നു. സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ട് ഈ രാജിവെക്കുന്ന വ്യക്തിയെ KPCC പ്രസിഡന്റ് ആക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ആലപ്പുഴയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. KC വേണുഗോപാൽ എന്തായാലും MP സ്ഥാനം രാജിവെക്കുമ്പോൾ ആലപ്പുഴയിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പിന് നേരിടണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിന് ജയിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ഇതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 നഷ്ടപ്പെട്ട ഒരു സീറ്റ് എന്ന് പറയുന്ന ആലപ്പുഴയാണ്. അത് KCയിലൂടെ തിരിച്ചു പിടിച്ച സീറ്റാണ്. അത് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് ഒരുങ്ങുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെയുള്ള 2 പേരെന്ന് പറയുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഒരു ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിൽ നടപ്പാക്കുന്ന കാര്യമില്ല. കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. ടേം വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുഖ്യമന്ത്രിയാകുന്ന ആൾ തന്നെ 5 വർഷം മുഖ്യമന്ത്രിയായിരിക്കും. അത് ചിലപ്പോൾ പിന്നീട് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കുകയും മറ്റൊരാളെ ആഭ്യന്തരമന്ത്രിയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വളരെ സിമ്പിളായി സോൾവ് ചെയ്യാമായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൊടുത്തുകൊണ്ട് അന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒതുക്കിയെന്നാണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോയി. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരെ പരിഗണിച്ചാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും എന്റെ ഒരു അഭിപ്രായത്തിൽ
ഈ ജെൻസിക്കൊക്കെ താല്പര്യം വി ഡി സതീശനോടാണ്. അത് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ പക്വമായി പക്വതയോടുകൂടി. അല്ല, അത് രമേശ് ചെന്നിത്തലയെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ, അതായത് ഒന്നാം LDF സർക്കാർ സമയത്ത് ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഇപ്പൊ വി ഡി സതീശനെ പോലെ വാക്ചാതുര്യത്തോടെ ഇങ്ങനെ വളരെ ആ ഒരു ആർജവത്തോടെ സംസാരിക്കില്ലെങ്കിൽ പോലും രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഒരു ഇരുത്തം എന്ന രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം വളരെ പക്വമായി തന്നെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതും. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു വിജയം തന്നെയായിരുന്നു. ചേച്ചി, അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു രീതിയുണ്ട്. ചേച്ചി ഒന്നെടുത്ത് നോക്കിയാൽ കോൺഗ്രസിന്റെ മിക്ക നേതാക്കളും രമേശ് ചെന്നിത്തലയെ പോലെ പക്വമായി സംസാരിക്കുന്ന, വളരെ പക്വതയുടെ കാര്യങ്ങളെ നേരിടുന്ന, ഈ കടന്നാക്രമിക്കുന്ന രീതി എന്ന് അതാകെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായിരുന്നത് കെ സുധാകരനും വി ഡി സതീശനും. അവർ രണ്ടുപേരുമാണ് ഈ LDF, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തോട് ആ ഒരു രീതിയിൽ തിരിച്ചടിക്കാൻ. അപ്പൊ ഈ ജെൻസി എന്ന് പറയുമ്പോൾ യുവജനങ്ങൾക്ക് എപ്പോഴും ആ ചോരത്തിളപ്പിന്റെ ആ ഒരു നേതാവിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. കെ സുധാകരൻ കുറച്ച് വീക്കാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കെ സുധാകരൻ കത്തി നിന്ന കാലത്തെല്ലാം കെ സുധാകരനൊപ്പം ഉണ്ടായിരുന്നത് യുവാക്കളായിരുന്നു. കാരണം എന്ന് പറയുന്നത് അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിന്റെ തിളപ്പ് കൊണ്ട് അവർക്ക് ഒരു അതിലുപരി കേസ് എന്ന പേരിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇപ്പോ ഇടതുപക്ഷത്തോട് സഖാക്കന്മാരുടെ SFI-യിലാവട്ടെ DYFI-യിലാകട്ടെ CPM-ലാകട്ടെ ഈ രാഷ്ട്രീയ യുദ്ധങ്ങളുണ്ടല്ലോ, ആ പോരാട്ടങ്ങളുടെ ഭാഗമായി എന്തായാലും ജനങ്ങൾ ഇറങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന കേസുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കാൻ പാർട്ടി ഉണ്ടാവും. ഇടതുപക്ഷത്ത് SFI ആകട്ടെ DYFI ആകട്ടെ CPM-ലാകട്ടെ അവരോടൊപ്പം പാർട്ടി ഉണ്ടാവും സംരക്ഷിക്കാൻ. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെ പ്രത്യേകിച്ച് സംരക്ഷണ വലയമൊന്നും ഉണ്ടാക്കാറില്ല. KSU-ലായാലും ശരി, പാർട്ടിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന കുട്ടികൾക്കായാലും ശരി, ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടാവില്ല. ആ സ്ഥാനത്ത് ചേർത്ത് നിർത്താൻ, നിങ്ങൾക്ക് ഞാൻ ഉണ്ടട മക്കളെ എന്ന് പറയാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നത് അത് കേസാണ്. അതാണ് ഈ പറഞ്ഞ യുവജനങ്ങൾ കേസിനെ നെഞ്ചിലേറ്റിയത്. ഇപ്പൊ വി ഡി സതീശനാണെങ്കിലും സഭയിൽ സംസാരിക്കുന്നതാവട്ടെ, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുമ്പോൾ പോലും വളരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ ഒരു ശൈലി പിടിച്ചു വന്നിരുന്ന ആളാണ്. അപ്പൊ അത്തരം ആളുകളോട് സാധാരണ യുവാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും. ആ ഒരു താല്പര്യമാണ് വി ഡി സതീശനോടുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ച പ്രകടനം. പിന്നെ എന്താണ് സതീശന്റെ ഗ്രൂപ്പ് ഇപ്പോഴും, അല്ലെങ്കിൽ വി ഡിക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഇപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാർട്ടി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്ന പാർട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന സതീശനാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തൊരു വിയോജിപ്പ്, എതിർപ്പല്ല. സതീശൻ നന്നായി പണിയെടുത്തിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നന്നായി പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ വി ഡി സതീശൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്നതായിരുന്നില്ല ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരു എതിരഭിപ്രായം എനിക്കുണ്ട്. വി ഡി സതീശൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, വിജയിച്ചാൽ അത് കൂട്ടായ പ്രവർത്തനം, അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ്, എന്നാൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരത്തും ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു. ആ പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ അംഗീകരിച്ചു കൊടുക്കുക. അതൊക്കെ അംഗീകരിക്കുന്നു ചേച്ചി. വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നന്നായി പണിയെടുത്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ ഈ വി ഡിയുടെ ഗ്രൂപ്പ് പറയുന്നത് വി ഡി സതീശൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നതാണ് ഈ പാർട്ടിയെ തിരികെ കൊണ്ടുവന്ന എനിക്കൊരു അഭിപ്രായം. ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ബാക്കി നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ ആരാധക വൃന്ദം അങ്ങനെയല്ലേ അല്ല, ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല മറ്റു നേതാക്കളെ, ആ ഒരു സീനിയർ നേതാക്കളെ എല്ലാവരെയും മാറ്റി നിർത്തിയാൽ അവിടെ വി ഡി സതീശൻ മാത്രമാണെങ്കിൽ കോൺഗ്രസിന്റെ ശക്തമായ 2ാം നിരയുണ്ട്, കോൺഗ്രസിന് ഇന്ന് ശക്തമായ ഒരു 3ാം നിരയുണ്ട്. ഈ 2ാം നിരയും 3ാം നിരയും ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇത്രയും വലിയ വിജയമായത്. അല്ല, വി ഡി സതീശനാണോ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ കോൺഗ്രസിനെ തിരികെ? ഞാൻ പറഞ്ഞില്ല, വി ഡി സതീശൻ അല്ലല്ലോ അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞത് വി ഡി സതീശന് വേണ്ടി മുറവിളിയിടുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കോൺഗ്രസുകാരെ അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസുകാർ തന്നെ ഇടുന്ന പോസ്റ്റിൽ പറയുന്നതാണ്, കഴിഞ്ഞ 5 വർഷമായി വി ഡി സതീശൻ പാർട്ടി തകർന്നുപോയ പാർട്ടിയെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവന്നതല്ല എന്ന് UDF-കാർക്ക് അറിയാം. കാര്യം കോൺഗ്രസിന്റെ 2ാം നിരയും 3ാം നിരയും ഇന്നും ശക്തമാണ്. ഇപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ പറഞ്ഞ 1ാം നിരയിൽ തന്നെ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് നേതാക്കന്മാർ, ആരും ഒതുക്കപ്പെട്ടിട്ടില്ല, എല്ലാവരും സജീവമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് 2ഉം 3ഉം അല്ല, 1ാം നിരയും 2ാം നിരയും 3ാം നിരയും. 1ാം നിര എന്ന് പറയുന്നത് നമുക്കറിയാം, അതെപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതാണ്. അതിപ്പം LDF എടുത്താലും അല്ലെങ്കിൽ CPM എടുത്താലും CPM-ന്റെ 1ാം നിര സജീവമാണ്. അതുകൊണ്ടാണ് ഞാൻ 1ാം നിര. പക്ഷെ 2, 3 എന്ന് പറയുന്നത് അതിലും വ്യത്യാസമുണ്ട്. CPM-ലെ 1ാം നിര എന്ന് പറഞ്ഞാലും അവരെല്ലാം അടിച്ചമർത്തപ്പെട്ടവരാണ്. 1ാം നിരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അവരുടെ 2ാം നിരയിലാണ്
എം.വി. ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ അതെ. വരുന്നത്. പക്ഷെ കോൺഗ്രസിന് അങ്ങനെയല്ല. ഒന്നാം നിര എന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ മുതൽ രമേശ് ചെന്നിത്തല ആകട്ടെ, അല്ലെങ്കിൽ മുതിർന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരെല്ലാവരും മുരളീധരനാകട്ടെ, ഇവരെല്ലാം ഒന്നാം നിരയിൽ വരുമ്പോൾ രണ്ടാം നിരയിൽ പി.സി. വിഷ്ണുനാഥ് ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, ജിൻഡോ ജോൺ ഉണ്ട്. ഇനി മൂന്നാം നിര എടുത്താൽ അതിനുമുണ്ട്. അലോഷ്യസ് സേവ്യർ മുതൽ ഇങ്ങോട്ട് എടുത്താൽ മൂന്നാം നിരയും ഇവർക്ക് കോൺഗ്രസിന് സജീവമാണ്. അതുകൊണ്ട് ഈ പരസ്പരം, എന്റെ അഭിപ്രായത്തിൽ പരസ്പരം പോരും നടത്താതെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന്. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസുകാർ തന്നെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് നാണം കെടുത്താൽ ഇനിയും ഹൈക്കമാൻഡ് വടിയെടുക്കേണ്ടി വരും. നിരന്തരം ഹൈക്കമാൻഡിന് വടിയെടുക്കേണ്ടി വരുന്ന അവസ്ഥയും കോൺഗ്രസിന്റെ പരാജയത്തെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഡോക്യുമെന്ററി നിർത്തിയതോടുകൂടി തന്നെ ഹൈക്കമാൻഡിലുള്ള ഒരു വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്ന് വർദ്ധിച്ചതായിട്ട് തോന്നുന്നു. ചിലപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കവേ, നിഷ്പക്ഷരൊക്കെ രണ്ടു രണ്ടുപേരും വെട്ടിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ വരും, ഹൈക്കമാൻഡിന് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ ഇതിന്ന് ഒരു ആശ്വാസം കിട്ടിക്കാണും. പൊതുജനമാണ് ഇപ്പോൾ പ്രതീക്ഷയോടെ ഹൈക്കമാൻഡിനെ നോക്കിക്കാണുന്നത്.